പാസീവ് ഇൻകം നേടിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ കാരണം പാസീവ് ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നമുക്ക് വരുമാനം ഉണ്ടാവണം. നമ്മൾ അറിയാതെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ വരുന്ന ഒരു സിസ്റ്റം ഉണ്ടാവണം. ആ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ ആ സിസ്റ്റത്തിലേക്ക് എത്തിപ്പെടുന്നതാണ് പാസീവ് ഇൻകം. അങ്ങനെ പാസീവ് ഇൻകം നമുക്ക് അറിയാതെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ പറ്റും. ആ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഈ പാസീവ് ഇൻകത്തിലേക്ക് എത്തണം ഫസ്റ്റ്. ഈ പാസീവ് ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കൂ, 2 തരത്തിലാണ് പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യുക. നമുക്ക് കൃത്യമായിട്ടുള്ള അസറ്റുകളുണ്ട്, സഫീഷ്യന്റ് ആയിട്ടുള്ള അസറ്റുകളുണ്ട്. നമുക്ക് FD ഇടാൻ കാശ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡിബെഞ്ചർ എടുക്കാനും സ്റ്റോക്ക് എടുക്കാനും അങ്ങനെയുള്ള ഫിസിക്കൽ ആയിട്ടുള്ളതും ടാഞ്ചിബിൾ ആയിട്ടുള്ളതും നോൺ ടാഞ്ചിബിൾ ആയിട്ടുള്ള അസറ്റുകൾ എടുക്കാനുള്ള ഫിനാൻസ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് അത് വെച്ചുകൊണ്ട് നമുക്ക് പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യാം. സപ്പോസ് നമ്മൾ FD ഇട്ടു, നമുക്കിപ്പോ സപ്പോസ് 1 കോടി FD ഉണ്ടെങ്കിൽ 1 കോടി രൂപ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് FD ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാസം 50,000 60,000 രൂപ നമുക്ക് ചെലവിന് കിട്ടും. അതൊരു പാസീവ് ഇൻകം ആവും. അപ്പൊ നമുക്ക് 60,000 വേണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എത്ര നമുക്ക് FD ഇടാൻ പറ്റുന്നോ അത് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് പാസീവ് ഉണ്ടാവും. ഇനി നമുക്കൊരു ബിൽഡിംഗ് ഉണ്ട്, അതിന്റെ റെന്റ് ആണെന്നുണ്ടെങ്കിൽ അത് പാസീവ് ആകും. നമ്മൾ ഉറങ്ങി കിടക്കുമ്പോൾ നമുക്ക് റെന്റ് കിട്ടിക്കൊണ്ടിരിക്കും. നമ്മളൊരു കമ്പനിയുടെ സ്റ്റോക്കോ ഷെയർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വർക്ക് ചെയ്തോളും, നമ്മൾ ഉറങ്ങി കിടക്കുമ്പോൾ നമുക്ക് പൈസ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെ നമുക്കൊരു പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒരു അസറ്റ് ഉണ്ടാവണം. ആ അസറ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുക. ഇനി അങ്ങനെ നമുക്ക് അസറ്റ് ഇല്ല, അല്ലെങ്കിൽ ആ ഉള്ള അസറ്റ് എന്നുള്ള പാസീവ് ഇൻകം പോരാ, നമുക്ക് കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഒരു അൺലിമിറ്റഡ് പാസീവ് ഇൻകത്തിലേക്ക് തന്നെ പോകണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ മുന്നിലുള്ള ആൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഈ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഒരു അസറ്റാണ്. കമ്മ്യൂണിറ്റി ഒരു അസറ്റാണ്. കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കമ്മ്യൂണിറ്റി, ബിസിനസ് കമ്മ്യൂണിറ്റി. ആ ബിസിനസ് കമ്മ്യൂണിറ്റി നമുക്കൊരു അസറ്റാക്കി മാറ്റിയെടുക്കാൻ പറ്റും. ആ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പാസീവ് ഇൻകം ഉണ്ടാവും. ആ കമ്മ്യൂണിറ്റിയിൽ പല ആക്ടിവിറ്റീസ് നടക്കുക, പല ബിസിനസ് നടക്കുക, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് അവർ മുന്നോട്ട് കൊണ്ടുപോവുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പാസീവ് ഇൻകം ഉണ്ടാവും, അൺലിമിറ്റഡ് പാസീവ് ഇൻകം ഉണ്ടാവും. അപ്പൊ ഈ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്ന സ്ട്രാറ്റജിയാണ് സേവ് ആപ്പിന്റെ. സേവ് ആപ്പ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്, നമ്മളൊരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം നേടിയെടുക്കാനുള്ള സിമ്പിൾ ആയിട്ടുള്ള മാർഗമാണ് നമ്മൾ ഈ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുക. നമ്മളിൽ തുടങ്ങുന്ന കമ്മ്യൂണിറ്റി, നമ്മൾ 2 പേർക്കോ 4 പേർക്കോ 10 പേർക്കോ, നമ്മുടെ കുടുംബത്തിലായിരിക്കാം, നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, റിലേറ്റീവ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ് പാർട്ണർ ആയിരിക്കാം, അതല്ലെങ്കിൽ അൺനോൺ പേഴ്സൺ ആവാം. നമുക്കൊരു മാർക്കറ്റിംഗ് എന്ന് ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ പിന്നെ ആൾക്ക് എന്നുള്ളതില്ല. നമ്മൾ സോഷ്യൽ മീഡിയയിൽ പരിചയപ്പെടുന്ന പല ആൾക്കാർക്കോ, നമ്മൾ സമൂഹത്തിൽ കണ്ടെത്തുന്ന പല ആൾക്കാർക്ക് ഈ പ്രൊഡക്റ്റ് കൊടുക്കാം, വളരെ ഈസി ആയിട്ട് കൊടുക്കാം. ഒരു ലിങ്ക് അയച്ചുകൊണ്ടോ നമ്മുടെ ഒരു QR കോഡ് അയച്ചുകൊണ്ടോ അവരെ കൊണ്ട് ഈ പ്രൊഡക്റ്റ് നമുക്ക് പർച്ചേസ് ചെയ്യിപ്പിക്കാം. അതിനുള്ള എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പൊ റെഡി അവൈലബിൾ ആയിട്ടുള്ള, റെഡി കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമില് നമുക്ക് മറ്റുള്ളവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റി എക്സ്പാൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ രീതിയിലുള്ള വരുമാനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഈ കമ്മ്യൂണിറ്റി, ഹൗ ടു ക്രിയേറ്റ് എ കമ്മ്യൂണിറ്റി എന്നുള്ളത് വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ 2 പേർക്കോ 4 പേർക്കോ കൊടുക്കുക, ഈ ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. നമ്മുടെ ലൈഫിൽ ഒരു മാറ്റം ഉണ്ടാക്കി തരുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് പാസീവ് ഇൻകം ഉണ്ടാക്കി തരുന്ന ഓപ്പർച്യൂണിറ്റിയാണ്. ഇത് നമുക്ക് മാത്രം പോരാ, നമ്മുടെ സമൂഹത്തിൽ മറ്റുള്ളവർക്കും നമ്മുടെ ഫാമിലിയിൽ എല്ലാവർക്കും ഈ ഒരു സിസ്റ്റത്തിലേക്ക് എത്തിപ്പെടണം. അപ്പൊ നമ്മുടെ ഫാമിലിയിൽ നിന്ന് 2 പേരോ 4 പേരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ എല്ലാവർക്കും ഇത് കൊടുക്കുക. അവർക്കും ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം കൊടുക്കുക. അവരോട് കുറെ യൂട്യൂബ് ഉണ്ട്, മീറ്റിംഗ് ഉണ്ട്, മീറ്റിംഗിൽ അറേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ലീഡേഴ്സിനെ കണക്ട് ചെയ്യുക, ഈ ബിസിനസ്സിലേക്ക് അവരെ പ്രോപ്പറായിട്ട് ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവരിക. ഇങ്ങനെ നമ്മളൊരു റെഫറൻസ് സിസ്റ്റത്തിൽ കൂടെ നമ്മൾ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ഇവിടെ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുക, ഒരു റെഫറൻസ് സിസ്റ്റത്തിൽ കൂടെ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുക. ആ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വലിയ രീതിയിലുള്ള ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുന്നിലുണ്ടാവും. ഒരു പാസീവ് ഇൻകം തന്നെ ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ സിമ്പിൾ ആണ്. സേവ് സംബന്ധിച്ച് കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആണ്. നമ്മളെ ആറ്റിറ്റ്യൂഡ് ഒന്ന് കറക്റ്റ് ചെയ്താൽ മതി.
നമ്മൾ കാണുന്നവർക്ക് അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ വരുന്ന ആൾക്കാർക്ക് അത് ആരായിക്കോട്ടെ ഈ ഓപ്പർച്യൂണിറ്റി കൊടുക്കാനുള്ള ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇന്നത്തെ മീറ്റ് നമ്മുടെ ഗ്രൂപ്പുകൾ കാണുന്നുണ്ട്, നമ്മുടെ മോളൂസ് അവർക്ക് പല ആൾക്കാർക്കും ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യുന്നുണ്ട്, അവരൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്തരം അതൊരു റോൾ മോഡലായി എടുത്തുകൊണ്ട് നമുക്ക് എല്ലാവർക്കും പല ആൾക്കാർക്കും പ്രൊഡക്റ്റ് കൊടുക്കാം, പല ആൾക്കാർക്കും ഈ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ നമ്മുടെ ബിസിനസ്. നമുക്ക് ഈ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വൺസ് അത് അസറ്റ് ആണ്. ആ അസറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അസറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കി തരണം. അതാണല്ലോ പാസീവ് ഇൻകം എന്ന് പറയുന്നത്. ഈ അസറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര കണ്ട് അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു? കാരണം ഇതൊരു അൺലിമിറ്റഡ് അസറ്റ് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് 2 പേർക്കോ 4 പേർക്കോ 10 പേർക്കോ ഈ ആപ്ലിക്കേഷൻസ് ഫ്രീ ആയിട്ടോ ആക്റ്റീവ് യൂസറായിട്ടോ ഫാമിലി യൂസറായിട്ടോ ഷെയർ ചെയ്യാം. അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ അവരും ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ ഫാസ്റ്റ് ആയിട്ട് ഈ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യും. നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ സ്ട്രെങ്ത് എത്ര കൊണ്ട് കൂടുന്നു, അതിൽ എത്ര കണ്ട് അതിന്റെ വോളിയം കൂടുന്നു, അത്ര കണ്ട് നമുക്ക് വരുമാന സാധ്യതകൾ കൂടുതലാണ്. ഇതിന് വേറെ ഇൻവെസ്റ്റ്മെന്റോ വേറെ ഒന്നുമില്ല. ജസ്റ്റ് നമ്മുടെ ടൈമും നമ്മുടെ ആറ്റിറ്റ്യൂഡും നമ്മൾ പ്രോപ്പറായിട്ട് ടൈമും നമ്മുടെ മൊബൈലും കണക്ഷനും ഒക്കെ പ്രോപ്പറായിട്ട് ഉപയോഗിക്കാം. നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഒന്ന് കറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കമ്മ്യൂണിറ്റി വളരെ ഫാസ്റ്റ് ആയിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് സ്ട്രാറ്റജിയും അതിന് ആ സ്ട്രാറ്റജിക്ക് ഉതകുന്ന രീതിയിലുള്ള പ്രോഡക്റ്റും കൺസെപ്റ്റും ആണ് നമ്മുടെ സേവ് ആപ്പ് എന്നുള്ളത്. ഈ കമ്മ്യൂണിറ്റി നമുക്ക് ബിൽഡ് ചെയ്യുമ്പോൾ ഈ കമ്മ്യൂണിറ്റിയില് 3 ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണ്, 3 പ്ലാറ്റ്ഫോംസ് ആണ് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോംസ് ആണ്. ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ 3 പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ സെപ്പറേറ്റ് രജിസ്ട്രേഷൻ വേണ്ട, സെപ്പറേറ്റ് KYC വേണ്ട, സെപ്പറേറ്റ് ആക്ടിവേഷൻ വേണ്ട. ഒരു സിംഗിൾ ആക്ടിവേഷൻ സിംഗിൾ പ്ലാറ്റ്ഫോമിൽ ഈ 3 പ്ലാറ്റ്ഫോമുകളും ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് പ്രാപ്യമായ ടെക്നോളജിയെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ നമ്മൾ അത് ഇന്റഗ്രേഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 3 പ്രോജക്റ്റുകളായിട്ട് ഇതിനെ സെഗ്രിഗേറ്റ് ചെയ്യാം സേവ് ആപ്പിന്റെ പ്രോഗ്രാമിനെ. ഫസ്റ്റ് നമുക്ക് റീചാർജ് സർവീസുകൾ, യൂട്ടിലിറ്റി സർവീസുകൾ, അതുപോലെ തന്നെ സേവ് ആപ്പിന്റെ മാർക്കറ്റിംഗ്. നമ്മൾ സേവ് ആപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് മാറുക, അതിന്റെ മാർക്കറ്റിംഗ് റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഷെയർ ചെയ്യുക. കമ്പനിയുടെ പ്രൊഡക്റ്റ് ആണ് സേവ് ആപ്പ് എന്നുള്ളത്. ആ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യണം, ആ സെയിൽ ചെയ്ത് കിട്ടുമ്പോൾ വരുമാനം ഷെയർ ചെയ്യാം. ഫസ്റ്റ് പ്രോജക്റ്റ് നമ്മൾ പല യൂട്ടിലിറ്റികളും നമുക്ക് നിത്യജീവിതത്തിൽ ആവശ്യം വരുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന യൂട്ടിലിറ്റികൾ സേവ് ആപ്പ് കൂടെ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് സേവ് ആപ്പ് കൂടെ ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം. രണ്ടാമത്തെ പ്രോജക്റ്റ് ആ സേവ് ആപ്പ് മാർക്കറ്റ് ചെയ്ത് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് കിട്ടുന്ന കമ്മീഷൻ. മൂന്നാമത് നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും നമ്മുടെ സേവ് കാർഡ് എന്നുള്ള ആപ്ലിക്കേഷനിൽ അല്ലെങ്കിൽ ഇ കോമേഴ്സിൽ വരും. അത് നമുക്ക് ആവശ്യാനുസരണം വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മാർജിൻ ഷെയറിങ്. നമുക്ക് എന്ത് മാർജിൻ കമ്പനിക്ക് കിട്ടുന്നുണ്ടോ ആ മാർജിൻ ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാം, അതിന് കിട്ടുന്ന വരുമാനം. ഈ 3 സോഴ്സ് ആണ് നമുക്ക് ഈ കമ്പനി മുന്നോട്ട് തരുന്നത്. നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം നേടിയെടുക്കാൻ, ഒരു പാസീവ് ഇൻകം കിട്ടാൻ ഈ 3 സ്ട്രീമുകൾ, 3 പ്രൊജക്റ്റുകൾ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് സേവ് ആപ്പ് എന്നുള്ളത്. ഇവിടെ നമ്മൾ ഓരോ യൂട്ടിലിറ്റി നോക്കുമ്പോൾ അല്ലെങ്കിൽ ഓരോ ഈ 3 പ്രോജക്റ്റിനെയും ഒന്ന് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ യൂട്ടിലിറ്റി സർവീസുകൾ ആൻഡ് റവന്യൂ ഷെയറിംഗ്, നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന കാര്യങ്ങൾ. ഇപ്പൊ നമ്മള് മൊബൈൽ റീചാർജ് ചെയ്യുന്നുണ്ട്, DTH റീചാർജ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്ക് പ്രസന്റ്ലി ആ 2 സർവീസ് ആണ് അവൈലബിൾ. ഇനി നിയർ ഫ്യൂച്ചറിൽ വിത്തിൻ 1 മന്തിനുള്ളിൽ നമുക്ക് കൂടുതൽ ഫീച്ചേഴ്സ് അതിൽ വരും. നമുക്ക് ഇലക്ട്രിസിറ്റി അടയ്ക്കാം, നമുക്ക് പോസ്റ്റ് പെയ്ഡ് കണക്ഷനും DTH ഇതും ബ്രോഡ്ബാൻഡ് കണക്ഷനും അതെല്ലാം നമുക്ക് ഇന്ന് ചെയ്യാം. വാട്ടർ ബില്ലുകൾ, മുനിസിപ്പൽ ടാക്സുകൾ, അങ്ങനെ വരുന്ന ഒരു 10-20 സർവീസുകൾ നമ്മൾ ഇതിൽ എനേബിൾ ചെയ്യുന്നുണ്ട്. ഫാസ്ടാഗ് എടുക്കാം. അതുപോലെ നമ്മുടെ ലോൺ റീപേയ്മെന്റുകൾ നമുക്ക് ഇന്ന് ചെയ്യാൻ പറ്റും, നമ്മുടെ ഇൻഷുറൻസുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ പല സർവീസുകളും നമ്മുടെ നിത്യജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങള്, മറ്റുള്ള പ്ലാറ്റ്ഫോമിൽ ചെയ്യുന്ന കാര്യങ്ങള്
നമ്മൾ ബാങ്കിങ് ആപ്പിൽ പോയിട്ടോ അതല്ലെങ്കിൽ ഗൂഗിൾ പേയിൽ പോയിട്ടോ ഫോൺ പേയിലൊക്കെ പോയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇത്. ആ കാര്യങ്ങൾ സേവ് ആപ്പ് ത്രൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേറൊരു കോസ്റ്റ് അഡീഷൻ വരുന്നില്ല. പുറമെ നമുക്ക് നമ്മുടെ സർവീസ് ചെയ്യുന്നതിനനുസരിച്ച് ചെറിയ ചെറിയ ഇൻകങ്ങൾ നമുക്ക് അതിൽ നിന്ന് കിട്ടും. ചെറിയ ചെറിയ ക്യാഷ് ബാക്കുകൾ നമുക്ക് കിട്ടുന്ന വരുമാനത്തിനെ നമ്മൾ ക്യാഷ് ബാക്ക് ആയിട്ടും ലെവലിംഗുമായിട്ടാണ് അത് കസ്റ്റമർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. കമ്പനിക്ക് 10 രൂപ വരുമാനം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്ലാറ്റ്ഫോം, ഇപ്പൊ ഗൂഗിൾ പേ പ്ലാറ്റ്ഫോം ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ റീചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് അഡീഷണൽ ചാർജ് കൊടുക്കണ്ട, 2 രൂപ കൊടുക്കണ്ട. അതിന് പുറമെ ഗൂഗിൾ പേക്ക് കിട്ടുന്ന വരുമാനം പോലെ തന്നെ നമുക്കും കമ്പനികൾ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികൾ ചെറിയ ചെറിയ കമ്മീഷൻസ് തരുന്നുണ്ടായിരിക്കും. ആ കമ്മീഷൻ നമ്മൾ ഷെയർ ചെയ്യുന്ന 20 ലെവലിലേക്ക് ഷെയർ ചെയ്യും. അങ്ങനെ പല സർവീസുകളും നമുക്ക് കമ്മീഷൻ മോണിറ്റൈസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ സർവീസുകളും നമ്മൾ സേവ് ആപ്പിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പല ആൾക്കാരും 20 ലെവലിൽ നിന്നുള്ള വരുമാനം നമുക്ക് കിട്ടും. ഇതൊരു ഫ്രീ ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഫ്രീ നമ്മുടെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കാലത്തും നമുക്ക് വാട്ടർ ബില്ല് എല്ലാ കാലത്തും അടയ്ക്കണ്ടേ? ഇലക്ട്രിസിറ്റി നമ്മൾ എന്ന് തൊട്ട് ഇലക്ട്രിസിറ്റി കണക്ഷൻ എടുത്തു അന്ന് തൊട്ട് ഇതുവരെ അടച്ചിട്ടുണ്ട്. ഇനി ലോകാവസാനം വരെ നമുക്ക് ഇലക്ട്രിസിറ്റി അടയ്ക്കും വേണം. നമുക്ക് ഇൻഷുറൻസുകൾ എല്ലാ കാലത്തും അടയ്ക്കണ്ടേ? നമ്മുടെ ടെലിഫോൺ എല്ലാ കാലത്തും റീചാർജ് ചെയ്യണ്ടേ? ഇതെല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു പോകുന്ന കാര്യങ്ങളാണ്. ആ ചെയ്തു പോകുന്ന കാര്യങ്ങള് ഈ കമ്മ്യൂണിറ്റിയിലുള്ള മെമ്പേഴ്സ് സേവ് ആപ്പ് കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊരു ഇൻകം സോഴ്സ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇതിനു വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ജസ്റ്റ് ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുക. നമ്മളിൽ തുടങ്ങുന്ന കമ്മ്യൂണിറ്റി നമ്മൾ 2 പേർക്കോ 4 പേർക്കോ 10 പേർക്കോ ഷെയർ ചെയ്യുക. സേവ് ആപ്പിനെ പറ്റി പരിചയപ്പെടുത്തുക. അവർക്ക് ആ പ്രോഡക്റ്റ് യൂസ് ചെയ്യാനുള്ള ഒരു നോ ഹൗ ഷെയർ ചെയ്യുക. ഇത് മാത്രമാണ് നമ്മൾ ബിസിനസ്സിൽ ചെയ്യേണ്ട കാര്യം. അങ്ങനെ ചെയ്തു വരുമ്പോൾ അവരും ഇതിന്റെ ഗുണഭോക്താക്കളാവും, അവരും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ 20 ലെവലിൽ നിന്ന് അൺലിമിറ്റഡ് പാസീവ് ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന ജസ്റ്റ് ഒരു ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ്. ഫസ്റ്റ് ജസ്റ്റ് നമ്മളൊന്ന് ഇമാജിൻ ചെയ്യാം, നമ്മുടെ കമ്മ്യൂണിറ്റി വളരെ വലുതായി, അതിൽ 1 ലക്ഷം 2 ലക്ഷമുള്ള ആൾക്കാരായി. നമ്മൾ 10 പേർക്ക് കൊടുത്തു, ആ 10 പേര് ഇത് എഡ്യൂക്കേറ്റ് ചെയ്തു, 10 പേർക്ക് കൊടുക്കുമ്പോൾ 100 പേരായി. 100 പേരും 10 പേർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ 1000 പേരായി. ഇങ്ങനെ നമ്മൾ ഇത് എക്സ്പാൻഡ് ചെയ്ത് നമ്മുടെ കമ്മ്യൂണിറ്റി ഒരു 60 ലക്ഷമോ 70 അല്ലെങ്കിൽ 2 ലക്ഷമോ 3 ലക്ഷമോ ഉള്ള ആൾക്കാരായി. ഇന്ത്യയിൽ മുഴുവൻ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരുണ്ട്. ഓട്ടോമാറ്റിക് ആയിട്ട് വരും. നമ്മൾ എല്ലാ ദിവസവും ഇപ്പൊ കണ്ണൂർ മാത്രമോ തൃശ്ശൂർ മാത്രമോ പാലക്കാട് മാത്രമല്ല, പാലക്കാടുള്ള ആൾക്കാർ ഡൽഹിയിലുള്ള ആൾക്കാരെ റെഫർ ചെയ്യും, ഡൽഹിയിലുള്ള ആൾക്കാർ പൂനെയിലുള്ള ആൾക്കാരെ റെഫർ ചെയ്യും. അങ്ങനെയാണല്ലോ ഇത് എക്സ്പാൻഡ് ചെയ്ത് പോവുക. അപ്പൊ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ കമ്മ്യൂണിറ്റി 50,000 60,000 1 ലക്ഷം 2 ലക്ഷം ഉള്ള ആൾക്കാരായിട്ട് മാറും ഓട്ടോമാറ്റിക്കലി. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ ഡൽഹിയിലുള്ള ഒരാള് ഒരു ടെലിഫോൺ റീചാർജ് ചെയ്താലോ അതല്ലെങ്കിൽ അവരുടെ ലോൺ റീപേയ്മെന്റ് ചെയ്താലോ നമുക്ക് 1 രൂപയോ 2 രൂപയോ അല്ലെങ്കിൽ 50 പൈസയോ 10 പൈസയോ എത്രയാണെങ്കിലും ഒരു വരുമാനം നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയുന്നില്ല. ഡൽഹിയിലുള്ള ഒരാൾ ഇലക്ട്രിസിറ്റി അടച്ചാൽ നമുക്ക് 2 പൈസ കിട്ടും. പൂനെയിലുള്ള ആൾക്കാര് അവർ ഫാസ്റ്റാഗ് റീചാർജ് ചെയ്താൽ നമുക്ക് 3 പൈസ കിട്ടും. പൈസ കണക്കാണ്. പക്ഷെ നമ്മൾ അറിയാത്ത എത്രയോ ആൾക്കാർ ഈ ബിസിനസ് ഈ കാര്യങ്ങൾ ചെയ്തു വരുന്നു. നമുക്ക് അതിൽ നിന്നൊക്കെ വരുമാനം കിട്ടും. ഇവിടെ നമ്മൾ എന്താ വേണ്ടത്? നമ്മൾ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ ഇന്ന് 10 പേർക്ക് കൊടുക്കണം. നമ്മൾ ഇന്ന് 10 പേർക്ക് കൂടെ നാളെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ബിസിനസ് ചെയ്യാൻ പറ്റില്ല. ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങള് ഇന്ന് ചെയ്തു കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് 10 പേർക്ക് കൊടുക്കാൻ പറ്റുക അല്ലെങ്കിൽ 2 പേർക്ക് കൊടുക്കാൻ പറ്റുക, അവർക്ക് ഈ പ്രോഗ്രാം, അതാണ് ബിസിനസ്. നാളേക്ക് മാറ്റിവെച്ച ഒരു സംഭവങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല ജീവിതത്തില്. അപ്പൊ നമ്മൾ ഇന്ന് തന്നെ 10 പേർക്ക് കൊടുക്കാനുണ്ട്, ഫ്രീ ആയിട്ട് കൊടുക്കുക, അവർക്ക് ഈ പ്രോഗ്രാം കൊടുക്കുക. അവർ ഓട്ടോമാറ്റിക് ആക്ടിവേഷൻ ആയിട്ടും ഫാമിലി യൂസർ ആയിട്ടും വന്നുകൊള്ളും. ആ സിസ്റ്റം നമ്മുടെ കയ്യിലുണ്ട്. അത് ഇൻബിൽട്ട് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അത് ഫ്രീ യൂസർ ആയിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അതുപോലെ തന്നെ ഫാമിലി യൂസർ ആയിട്ടും വരും. അത് നമ്മുടെ ബിസിനസിന്റെ നമ്മുടെ പ്രോഗ്രാമിന്റെ പാർട്ടാണ്. പക്ഷെ ഇവിടെ നമ്മൾ ഈ യൂട്ടിലിറ്റി സർവീസുകൾ ഇതിന്റെ വോളിയം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല നമുക്ക് എങ്ങനെ ഇത് ചെയ്യുന്നു എന്നുള്ളത്. കാരണം മറ്റുള്ള പ്ലാറ്റ്ഫോമുകളൊക്കെ അഡീഷണൽ ചാർജ് ചെയ്യുന്നു. അവർക്ക് കിട്ടുന്ന വരുമാനം അവരുടെ കമ്പനിയുടെ വരുമാനമാക്കി മാറ്റുന്നു.
പക്ഷെ സേവ് ആപ്പ് ഇവിടെ അത്തരം വരുമാനങ്ങള് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് ഒരു പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു രീതിയിലാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ജസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യും, നാളെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയില് ഇന്ത്യയിൽ എവിടെ നടക്കുന്ന ആക്ടിവിറ്റിക്ക് നിങ്ങൾക്ക് വരുമാനം കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. ആ ചാൻസിലേക്ക് നമ്മൾ എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ആക്ട് ചെയ്യണം. ഇന്ന് എത്ര പേര് രജിസ്റ്റർ ചെയ്യുന്നു, ഇന്ന് എത്ര പേർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നു, എത്ര പേർക്ക് ഈ പ്രൊഡക്റ്റുകൾ നമ്മൾ പരിചയപ്പെടുത്തുന്നു എന്നുള്ളതാണ്. നമ്മുടെ രണ്ടാമത്തെ സോഴ്സ് എന്ന് പറയുന്നത്, നമ്മൾ ഫസ്റ്റ് പറയുന്നത് റീചാർജ് സർവീസ്. അതിൽ 20% റെഫറൽ ഇൻകം, ക്യാഷ് ബാക്ക്. കമ്പനിക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ 20% ക്യാഷ് ബാക്ക് ആയിട്ട് നമുക്ക് കിട്ടും. അതൊരു നോമിനൽ എമൗണ്ട് ആണ്. അൺലിമിറ്റഡ് പാസീവ് ഇൻകം കിട്ടുന്ന നമുക്ക് 3% വരെ നമുക്ക് ലെവൽ ഇൻകം, അതായത് 20 ലെവലിൽ നിന്ന് കമ്പനിക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ 3% ലെവൽ ഇൻകം 20 ലെവലിലേക്കാണ് കൊടുക്കുന്നത്. ഇതാണ് ഒരു ഫസ്റ്റ് സോഴ്സ് നമുക്ക് കിട്ടുന്നത്. സെക്കൻഡ് സോഴ്സ് എന്ന് പറയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ അപ്ലിക്കേഷൻ പെയ്ഡ് അപ്ലിക്കേഷൻ ആണ്. ഈ മണി മാനേജ്മെന്റും ഫിനാൻഷ്യൽ ഡിസിപ്ലിനും എല്ലാം ഇതിന്റെ പെയ്ഡ് യൂട്ടിലിറ്റീസ് ആണ്. ഈ പെയ്ഡ് യൂട്ടിലിറ്റീസ് നമുക്ക് ചെയ്യുമ്പോൾ, നമുക്ക് അത് ആക്ടിവേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വരുമാനം, അത് നിങ്ങൾ എല്ലാ ദിവസവും പ്ലാനിലുണ്ട്. എന്നാലും ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയാം. നമുക്കൊരു ആക്ടിവേഷൻ നടക്കുമ്പോൾ ഒരു ആക്ടിവേഷൻ കോസ്റ്റ് വളരെ നോമിനലാണ്. 4000 പ്ലസ് GST ആണ് 4719 രൂപയാണ് വരുന്നത്. നമ്മൾ എത്ര പേർക്ക് റെഫർ ചെയ്തോ അവരൊക്കെ ആക്ടിവേഷൻ ചെയ്യുമ്പോൾ 800 രൂപ നമുക്ക് റെഫർ ലിങ്ക് ആയിട്ട് കിട്ടും. ഇതൊരു ഹൈബ്രിഡ് പ്ലാനാണ്, ഒരു സൂപ്പർ ഹൈബ്രിഡ് പ്ലാൻ എന്ന് പറയുന്ന ഒരു പ്ലാനാണ്. ഇതില് മൾട്ടിപ്പിൾ ഇൻകം ഉണ്ട്. 1 മിനിറ്റ്. ഇതിന്റെ ഒരു ഫസ്റ്റ് ഇൻകം ആണ് റെഫറൽ ഇൻകം. നമ്മൾ എത്ര പേര് റെഫർ ചെയ്യുന്നു അവരൊക്കെ ആക്ടിവേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇൻകം ആണ് റെഫറൽ ഇൻകം. സെക്കൻഡ് ഇൻകം നമുക്ക് കിട്ടുന്നത് ഒരു ലെവൽ ഇൻകം ആണ്. ലെവൽ ഇൻകം നമുക്ക് അൺലിമിറ്റഡ് ലെവലിൽ നിന്ന് നമുക്ക് വരുമാനം കിട്ടും. 13 ലെവലിൽ നിന്ന് അൺലിമിറ്റഡ് വരുമാനം ലെവലല്ല, 13 ലെവലിൽ നിന്ന് അൺലിമിറ്റഡ് വരുമാനം കിട്ടും. ഫസ്റ്റ് ലെവലിൽ നിങ്ങൾക്ക് അതിന്റെ ടേബിൾ അറിയാം. ഫസ്റ്റ് ലെവൽ 50 രൂപ, സെക്കൻഡ് ലെവൽ 10, തേർഡ് ലെവല് 20, പിന്നെ 30, ഇങ്ങനെ 10, 20, 30ന്റെ സ്ലാബുകളായിട്ട് അൺലിമിറ്റഡ് വരുമാനം കിട്ടുന്ന ഒരു ലെവൽ ഇൻകം ഉണ്ട്. മൂന്നാമത്തെ ഇൻകം ഇതിന്റെ ബൈനറിയാണ്. നമുക്ക് 600 രൂപ മുതൽ 400 മുതൽ 600 രൂപ വരെ കിട്ടുന്ന ഒരു ബൈനറിയാണ്. 10,000 മുതൽ 15,000 രൂപ വരെ ഡെയിലി ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ബൈനറി സ്ട്രക്ചറാണ്. നാലാമത്തെ ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻസെന്റീവ്സ് ആണ്. റാങ്ക് ആൻഡ് ഇൻസെന്റീവ്. നമ്മളൊരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എന്ന് തുടങ്ങി നമ്മളൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കണ്ടു, നമ്മളത് മനസ്സിലാക്കി വന്നു, 2 പേർക്ക് 4 പേർക്ക് കൊടുത്തു. നമ്മൾ 4 പേര് മാച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായി, ഫസ്റ്റ് റാങ്ക് അച്ചീവായി. നമ്മൾ 500 രൂപ നമുക്ക് ഇൻസെന്റീവ്. ആ 500 രൂപയിൽ നിന്ന് തുടങ്ങുന്ന ഇൻസെന്റീവ് പടിപടിയായി ഉയർന്ന് 14 റാങ്കിൽ എത്തുമ്പോഴേക്കും നമുക്കൊരു 10 കോടി രൂപയുടെ ഇൻസെന്റീവ് ആയിട്ടുണ്ടാവും. ഇൻസെന്റീവ് മാത്രം 10 കോടി രൂപ അതാത് സമയത്ത് കിട്ടിപ്പോകുന്ന ഇൻസെന്റീവ് ആണ്. ഇങ്ങനെ റെഫറൽ ഇൻകം ആയിട്ടും ലെവലിംഗ് ആയിട്ടും ബൈനറി ആയിട്ടും ഇൻസെന്റീവ്സ് ആയിട്ടും നമുക്ക് അൺലിമിറ്റഡ് വരുമാനം കിട്ടുന്ന ഒരു ബിസിനസ് സ്ട്രാറ്റജിയാണ് സേവ് ആപ്പിന്റെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇതിന് പുറമെ നമുക്ക് ലീഡർഷിപ്പ് ബോണസുകളുണ്ട്, ക്ലബ് ബോണസുകളുണ്ട്, CCM ബോണസുകളുണ്ട്, പല വിധത്തിലുള്ള ബോണസുകളുണ്ട്. ഇതൊരു ആക്റ്റീവ് ഇൻകം ആണ്. നമ്മൾ ആക്ടിവേഷൻ നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻകം. നമ്മൾ നേരത്തെ പറഞ്ഞ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്തരം കമ്മ്യൂണിറ്റിയിൽ വരുന്ന ആൾക്കാർ പല ആക്ടിവിറ്റീസും ചെയ്യുമ്പോൾ കിട്ടുന്ന പാസീവ് ഇൻകത്തിന് പുറമെ നമുക്ക് സേവ് ആപ്പ് മാർക്കറ്റിംഗിൽ കിട്ടുമ്പോൾ കിട്ടുന്ന ആ ഒരു ആക്റ്റീവ് ഇൻകം, ഇതും നമുക്കൊരു അൺലിമിറ്റഡ് വരുമാനമായിട്ട് മാറും. നേരത്തെ പറഞ്ഞ കമ്മ്യൂണിറ്റിയില് പല ആൾക്കാരും അത് ആക്ടിവേഷൻ ചെയ്യും. ആ ആക്ടിവേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കോസ്റ്റ് ആണിത്. ഒരു 1 ടൈം ആക്ടിവേഷൻ ആണ്. ഈ 1 ടൈം ആക്ടിവേഷന് വേണ്ടി വരുന്ന കോസ്റ്റ് വളരെ നോമിനലാണ്. നമ്മളുടെ ഒരു 4000 രൂപ ലൈഫിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ആക്റ്റീവ് ഇൻകം നേടിയെടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആക്റ്റീവ് ഇൻകം. ഇനി ഇതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫാമിലി യൂസർ ആവാം. ഫാമിലി
യൂസർ എന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്കൊരു 3 ആപ്പ് പർച്ചേസ് ചെയ്യാം. നമ്മുടെ ഫാമിലിയിൽ ഉപയോഗിക്കാൻ വേണ്ടി, നമുക്ക് വൈഫിനോ കുട്ടികൾക്കോ അതല്ലെങ്കിൽ മറ്റുള്ളവർക്കും ഉപയോഗിക്കാൻ വേണ്ടി മിനിമം ഒരു ഫാമിലി യൂസർ ആവുന്ന 3 ആപ്പ് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാര് ഒരു ഫാമിലി യൂസറായി. ഫാമിലി യൂസർ ആവുമ്പോൾ നമുക്ക് 2 കാര്യമുണ്ട്. ആ ഫാമിലി ആയിട്ട് ഒരുമിച്ച് ചേർന്ന് ഈ ബിസിനസ് ചെയ്യാം. നമുക്ക് കണക്ഷൻ ഉള്ള പോലെ തന്നെ ഫാമിലിയിലുള്ള മറ്റുള്ളവർക്കും കണക്ഷൻ ഉണ്ടാവും. അവരുടെ കണക്ഷനിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. അവർക്കും ഒരു ഇൻകം സോഴ്സ് ആവും. നമ്മൾ പഠിക്കുന്ന കുട്ടികൾക്ക് പോക്കറ്റ് മണി ആഡ് ചെയ്യാം. അവരുടെ പഠന ചെലവുകളുടെ കാശ് അവർക്ക് തന്നെ ചെയ്യാൻ പറ്റും. ഇങ്ങനെ പല വിധത്തിലുള്ള കാര്യങ്ങൾ നമുക്കൊരു ഫാമിലി യൂസർ ആകുമ്പോൾ നമുക്ക് സംഭവിക്കും. ഇതിന് പുറമെ നമുക്കൊരു നോൺ വർക്കിംഗ് ഇൻകം കിട്ടും. ഒരു ഫാമിലി യൂസർ ആവുന്ന വ്യക്തികൾക്ക് ഭാവിയില് ഒരു 3,12,000 രൂപ വരെ കിട്ടുന്ന ഒരു നോൺ വർക്കിംഗ് ഇൻകം സിസ്റ്റം ഉണ്ട്. അത് ടൈം ബൗണ്ടിങ് അല്ല, അത് ഗ്രോത്ത് ബൗണ്ടിങ് ആണ്. ഗ്രോത്ത് അനുസരിച്ച്, കമ്പനിയുടെ ഗ്രോത്ത് അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന വരുമാനം. അപ്പൊ ഈ നോൺ വർക്കിംഗ് ഇൻകം എലിജിബിൾ ആവും. നമ്മുടെ ഫാമിലിക്ക് ഒരുമിച്ച് ബിസിനസ് ചെയ്യാം. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം ഈ മൊബൈലും ഈ ആക്ടിവിറ്റീസും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അവരുടെ ഫ്രണ്ട്സിലേക്ക് നമുക്ക് എത്താൻ പറ്റും. നമ്മുടെ കമ്മ്യൂണിറ്റിനെ കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജി ആയിട്ട് നമുക്ക് ഫാമിലി പാക്കിൽ നമുക്ക് കാണാൻ പറ്റും. 3 ആപ്പ് പർച്ചേസ് ചെയ്ത്. മാത്രമല്ല നമുക്ക് കിട്ടുന്ന പാസീവ് ഇൻകം 3 ഇരട്ടിയായി മാറും ചെയ്യും. 3% എത്തും. 1%, 2%, 3%. 3% ആണ് നമുക്കൊരു ഫാമിലി യൂസർക്ക് കിട്ടുന്നത്. കമ്പനിക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ 3% ഹയസ്റ്റ് പേ ചെയ്യുന്നത് നമ്മളൊരു ഫാമിലി യൂസർക്കാണ്. അപ്പൊ നമുക്കൊരു ഫാമിലി യൂസർ ആവുക, നമ്മളാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു മാക്സിമം ഒരു ഡെപ്ത് എന്ന് പറയുന്നത്. ഇതൊരു വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഒരു ഫാമിലിയിൽ എല്ലാവർക്കും ഒരു ബിസിനസ് അൺലിമിറ്റഡ് വരുമാനം കിട്ടുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി അവൈഡ് ചെയ്യാൻ 3 ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്യണം. 3 ആൾക്കാരെ അത് യൂസ് ചെയ്യാം. ഇതാണ് ഫാമിലി യൂസറിന്റെ കൺസെപ്റ്റ്. അപ്പൊ ഇങ്ങനെ നമുക്കൊരു ഫ്രീ യൂസർ ആയിക്കൊണ്ടോ, ഒരു ആക്റ്റീവ് യൂസർ ആയിക്കൊണ്ടോ, ഒരു ഫാമിലി യൂസർ ആയിക്കൊണ്ടോ നമ്മൾ ഈ സിസ്റ്റത്തിലേക്ക് കടന്നു വരികയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 2 ഇതിനും നമുക്ക് അൺലിമിറ്റഡ് വരുമാനം കിട്ടും. ഇതിന് പുറമെ നമുക്ക് അടുത്തൊരു പ്രോജക്റ്റ് ആണ് നമ്മുടെ സേവ് കാർട്ട് എന്നുള്ളത്. ഈ സേവ് കാർട്ട് എന്നുള്ളതും ഒരു ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോം ആണ്. നമുക്കൊരു ഇൻകം സോഴ്സ് ആണ്. നമ്മൾ ആമസോണിൽ നിന്ന്, ഫ്ലിപ്കാർട്ടിൽ നിന്ന്, മിന്ത്രയിൽ നിന്ന്, അങ്ങനെ പല പ്ലാറ്റ്ഫോമിൽ നിന്ന് നമുക്ക് പ്രൊഡക്റ്റുകൾ വാങ്ങിക്കുന്നുണ്ട്. പല പ്രൊഡക്റ്റുകളും വാങ്ങിക്കുന്നുണ്ട്. നമ്മൾ ആവശ്യത്തിനും അനാവശ്യത്തിനും പ്രൊഡക്റ്റുകൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. അപ്പൊ ഇത്തരം പ്രോഡക്റ്റുകള് നമ്മുടെ കാർട്ടിലുണ്ടെങ്കിൽ, അത് നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കാർട്ടിൽ നിന്ന് വാങ്ങിക്കാം. കാർട്ടിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കമ്പനിക്ക് കിട്ടുന്ന മാർജിൻ കമ്പനി ഷെയർ ചെയ്യുന്നു. ആമസോണിൽ നിന്ന് കിട്ടുന്ന മാർജിൻ ആമസോൺ കൊണ്ടുപോകുന്നു, അതിലേക്ക് അതിന്റെ വെണ്ടർക്ക് ഷെയർ ചെയ്യുന്നു. അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് മാത്രമാണ്. ട്രഡീഷണൽ ബിസിനസ് പോലെ തന്നെ അത് അവരുടെ മാർജിനാണ്. സേവ് ആപ്പിൽ കിട്ടുന്ന, സേവ് കാർഡിൽ കിട്ടുന്ന മാർജിൻ ഈ കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്യാണ് ചെയ്യുന്നത്. ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് 20 ലെവലിൽ നിന്ന് ഈ കമ്മീഷൻ നമുക്ക് ഷെയർ ചെയ്യും. സപ്പോസ് നമ്മൾ ഇതിലുള്ളൊരു പ്രൊഡക്റ്റ് ആണ് സഫ്രോൺ. അതിന് പെർഫ്യൂംസ് ഉണ്ട്. ഇനി നമുക്ക് കാഷ്നട്ട്, കാരമാൻ, ഗ്ലോ, അങ്ങനെ പല ഐറ്റംസ്, സ്പൈസസ് വരാൻ പോകുന്നുണ്ട്. ഡ്രസ് മെറ്റീരിയൽ വരാൻ പോകുന്നുണ്ട്. സ്പോർട്സ് ഷൂസ് വരാൻ പോകുന്നുണ്ട്. ജ്വല്ലറി ഐറ്റംസ് വരാൻ പോകുന്നുണ്ട്. ബ്യൂട്ടി ഐറ്റംസ് വരാൻ പോകുന്നുണ്ട്. ഇങ്ങനെ പല ഐറ്റംസും നമ്മുടെ ലൈഫിൽ നിത്യജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ കടയിൽ നിന്നും ഓൺലൈൻ വാങ്ങിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് സേവ് ആപ്പില് റീസണബിൾ കോസ്റ്റിന് അവൈലബിൾ ആയിരിക്കും. ആ സേവ് ആപ്പ് ഒന്ന് വാങ്ങിക്കുമ്പോൾ കമ്പനിക്ക് കിട്ടുന്ന, ഇപ്പൊ മിന്ത്രയിലായിട്ടുണ്ടെങ്കിലും ഫ്ലിപ്കാർട്ടിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ അടുത്തുള്ള കടയിലാണെന്നുണ്ടെങ്കിലും ഒരു പ്രോഡക്റ്റ് ട്രേഡ് ചെയ്യുമ്പോൾ, വിൽക്കുമ്പോൾ അവർക്ക് അതിനൊരു ലാഭം ഉണ്ടല്ലോ. നമ്മുടെ ഈ ലാഭം 20 ലെവലിലേക്ക് നമ്മൾ ഷെയർ ചെയ്യും. അതിന് പുറമെ നമ്മൾ എത്ര പേരെ കൊടുത്തിട്ടുണ്ടോ അവരെ ഹെൽപ്പിലൊക്കെ പർച്ചേസ് ചെയ്യുന്നു. നമുക്ക് ഈ ലാഭത്തിന്റെ 20% നമുക്ക് റെഫറൽ ബോണസ് ആയിട്ട് കിട്ടും. അതായത് നമ്മൾ ഒരാളെ 10 പേരെ റെഫർ ചെയ്യും. ഈ 10 പേര് സേവ് ആപ്പ് ആക്ടിവേഷൻ ചെയ്യുമ്പോൾ നമുക്ക് 800 രൂപ വരെ വരുമാനം കിട്ടും.
അതൊരു വൺ ടൈം വരുമാനമാണ് ഈ റെഫറൽ ഇൻകം എന്ന് പറയുന്നത്. ഏത് നെറ്റ്വർക്ക് ബിസിനസ്സിലും ഒരാളെ റെഫർ ചെയ്ത് കിട്ടുന്നത് വൺ ടൈം ആണ്. പക്ഷെ സേവ് ആപ്പിൽ വരുമ്പോ അവര് ഈ സേവ് കാർഡിൽ നിന്ന് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് എത്ര പ്രോഡക്റ്റ് എപ്പോ വാങ്ങിച്ചു അപ്പോഴൊക്കെ നമുക്ക് നമ്മുടെ വരുമാനത്തിന്റെ 10% 20% നമുക്ക് റെഫറൽ ബോണസ് ആയിട്ട് കിട്ടും. ഇപ്പൊ നിങ്ങൾ റെഫർ ചെയ്ത ഇതിലിപ്പോ ഷംസുദ്ദീൻ സാറുണ്ട്. ഷംസുദ്ദീൻ സാർ റെഫർ ചെയ്ത ഒരു ഡൗൺലൈനിൽ വരുന്ന ഒരാള് ABC എന്ന് പറയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾ നമ്മുടെ സേഫ് കാർഡിൽ നിന്ന് കാഷ്യൂ വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും അതുപോലെ കാരവൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും ഒരു ഇന്നർ വെയർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും എന്ത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ 20% അതിൽ നിന്ന് കിട്ടുന്ന മാർജിന്റെ 20% ഷംസുദ്ദീൻ അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് എല്ലാ കാലത്തും റെഫറൽ ബോണസ് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണിത്. അതിന് പുറമെ നമുക്ക് 20 ലെവലിലേക്കാണ് നമുക്ക് ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് 3%. ഇപ്പൊ നമുക്ക് നമ്മുടെ ഇതിലുള്ളത് ഒരു സ്റ്റീവിയ ടീ എന്നുള്ള ഒരു ടീ ഉണ്ട്. അതിന് നമുക്ക് കിട്ടുന്ന കമ്പനിക്ക് കിട്ടുന്ന ഏതാണ്ട് 100 രൂപ മാർജിൻ ഉണ്ടെന്ന് വിചാരിക്കും. ആ 100 രൂപ മാർജിൻ നമ്മൾ കൊടുക്കുന്നത് 20 ലെവലിലേക്കാണ്. 20 ലെവലിലേക്ക് 3 രൂപ. 20ാമത്തെ ലെവലിലുള്ള ഇപ്പൊ ഡൽഹിയിലുള്ള ഒരാള് സ്റ്റീവിയ ടീ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ 3 രൂപ എത്തി. ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യും അതിന്റെ വലിപ്പം എന്താവും എന്നുള്ളത്. നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ആര് ഈ പ്രോഡക്റ്റുകൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും 1 രൂപയായിട്ടും 2 രൂപയായിട്ടും 3 രൂപയായിട്ടും 10-15 രൂപകൾ വരും. അപ്പൊ നമുക്ക് എല്ലാവർക്കും നമുക്ക് മീറ്റിങ്ങിലൊക്കെ വരുമ്പോ ഒരു കോട്ട് ഇടാൻ ആഗ്രഹമുണ്ട്. നമ്മുടെ ഡ്രസ് കോഡ് നമ്മുടെ ടൈ കോട്ടൊക്കെ ആക്കി മാറ്റിയെടുക്കാണ്. അപ്പൊ നമുക്കൊരു കോട്ട് വേണം. നമ്മുടെ കാട്ടിൽ കോട്ടുണ്ട്. ആ കോട്ട് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കോട്ടിലുള്ള മാർജിൻ നോക്കും. നമ്മളൊരു കടയിൽ പോയി ഒരു കോട്ട് വാങ്ങിക്കുമ്പോൾ നമുക്ക് എത്ര രൂപ മാർജിൻ കിട്ടും? ആ കടക്കാരന് 500, 600, 800, 1000 രൂപയൊക്കെ മാർജിൻ ഇടുന്നില്ലേ? നമ്മുടെ സേഫ് കാർഡിൽ നിന്ന് വാങ്ങിക്കുമ്പോഴും അതിനൊരു ആവറേജ് 500, 600 രൂപ മാർജിൻ ഉണ്ട് എന്ന് വിചാരിക്കും. 600 രൂപ മാർജിൻ ഉണ്ടെങ്കിൽ നമ്മൾ റെഫർ ചെയ്ത ആൾക്കാർ ഒരു കോട്ട് വാങ്ങിക്കുമ്പോൾ നമുക്ക് 120 രൂപ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് റെഫറൽ ബോണസ് ആയിട്ട് കിട്ടി. ഇതിന് പുറമെ നമുക്ക് ഓരോ ലെവലിലും 18 രൂപ വെച്ചിട്ടാണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഈ സേവ് കാർഡിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന് പരിധികൾ ഉണ്ടാവില്ല. എപ്പോ നമ്മളൊരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതെല്ലാം കേട്ട് ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ആവില്ല. കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരിധികളില്ലാത്ത വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അൺലിമിറ്റഡ് വരുമാനം കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ 3 ഉള്ളത്. 3 നെവർ എൻഡിങ് ആണ്. നമ്മുടെ ലൈഫിൽ നെവർ എൻഡിങ് ആയിട്ടുള്ള പ്രോസസ്സാണ്. നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് പ്രോജക്റ്റിൽ നിന്ന് നമ്മൾ ഈ യൂട്ടിലിറ്റി സർവീസുകൾ നമുക്ക് എന്തെങ്കിലും സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. നമ്മൾ ഉള്ളിടത്തോളം കാലം മൊബൈൽ റീചാർജ് ചെയ്യണം, ഇലക്ട്രിസിറ്റി അടയ്ക്കണം, വാട്ടർ അടയ്ക്കണം, അത്തരം സർവീസുകൾ കൂടി വരികയുള്ളൂ. ഈ മണി മാനേജ്മെന്റ് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്നുള്ളത് എല്ലാ കാലത്തും റിലവന്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. എല്ലാ കാലത്തും ഈ ആപ്ലിക്കേഷൻ നമുക്ക് സെയിൽ ചെയ്യാം. ഇ കോമേഴ്സ് നമ്മൾ എല്ലാ കാലത്തിലും മറ്റേ കൂടുതൽ ഓൺലൈൻ പർച്ചേസിലേക്കാണ് ആൾക്കാർ വരുന്നത്. നമ്മുടെ പ്രോഡക്റ്റില് നമ്മുടെ സേവ് കാർഡിലുള്ള പ്രോഡക്റ്റുകൾ ഈ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ വാങ്ങിക്കുമ്പോൾ നമുക്ക് വരുമാനം. ഇങ്ങനെ 3 പ്രോജക്റ്റുകളും ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു റിയൽ പാസീവ് ഇൻകം കിട്ടുന്ന ഒരു പ്രോഗ്രാമാണ് സേവ് ആപ്പിന്റെ. ഇതൊരു മിയർ നെറ്റ്വർക്ക് മാത്രമല്ല, നമ്മൾ കാണുന്ന ഒരു നെറ്റ്വർക്ക് മാത്രമല്ല, ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മാത്രമല്ല. ഇതൊരു ബിസിനസ് മോഡലാണ്, ബിസിനസ് ഒരു കൺസെപ്റ്റ് ആണ്. ഇതൊരു ഇന്റഗ്രേറ്റഡ് ബിസിനസ് മോഡലാണ്. ഈ 3 പ്ലാറ്റ്ഫോം ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഇത്തരം ഒരു പ്ലാറ്റ്ഫോം ഇന്ന് അവൈലബിൾ അല്ല. നമുക്ക് ഒരു കോസ്റ്റും ഇല്ലാതെ ഒരു ഫ്രീ ആയിട്ട് വന്നു, ഒരു ആക്റ്റീവ് യൂസർ ആയിട്ട് വന്നു, അതല്ലെങ്കിൽ ഒരു ഫാമിലി യൂസർ ആയിട്ട് വന്നു ഇതിൽ നമുക്ക് ഇതിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഒരു വൺ ടൈം കോസ്റ്റ്. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇതൊരു പിക്ചറൈസേഷൻ ആണ്. നമുക്ക് ഈ 2ാമത്തെയും 3ാമത്തെയും പ്രോജക്റ്റ് നമുക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു ജസ്റ്റ് ഒരു ഇമാജിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്. ഇതല്ല ഇതിന്റെ ആക്ച്വല്. ഇതിന്റെ ഇരട്ടിയോ 4 ഇരട്ടിയോ 5 ഇരട്ടിയോ ഒക്കെ ആയിരിക്കും. പക്ഷെ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം. നമ്മളൊരു മിനിമം, ഇതൊരു ഡ്യൂപ്ലിക്കേഷൻ ബിസിനസ് ആണ്, ഒരു നെറ്റ്വർക്ക് ബിസിനസ് ആണ്. ഇതിന്റെ ഒരു മിനിമം ക്രൈറ്റീരിയ ഗ്രോത്ത് എന്ന് വെച്ചാൽ 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണല്ലോ. നമ്മൾ 2 പേർക്ക് കൊടുത്തു, അവർ 2 പേർക്ക് കൊടുത്തു, 4 പേർക്ക്, അങ്ങനെയാണല്ലോ നെറ്റ്വർക്ക്. നമുക്ക് ഇവിടെ 10 പേർക്ക് 100 കൊടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്.
നമ്മളതിന്റെ ലീസ്റ്റ് മിനിമം രണ്ടുപേര് കൺസിഡർ ചെയ്താൽ തന്നെ നമ്മൾ 20 ലെവലിലേക്ക് ഇത് വളരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ഗ്രോത്ത് എന്തായിരിക്കും? ഒരു പക്ഷെ നിങ്ങള് ഈ 20 ലെവലിലേക്ക് നമുക്ക് വളർത്താൻ കഴിയുമ്പോ ഓരോരുത്തർക്കും ഈ 20 ലെവലിലേക്ക് വളർത്താനുള്ള മാർക്കറ്റ് നമ്മുടെ കയ്യിലുണ്ടല്ലോ, നമ്മളവിടെ ഉണ്ട്. ഈ 20 ലെവലിലേക്ക് വരുമ്പോ നമുക്ക് ഈ 2 പ്ലാറ്റ്ഫോം കിട്ടുന്ന ഷെയർആപ്പിന്റെ മാർക്കറ്റിംഗ് അല്ല, മറ്റേ 2 പ്ലാറ്റ്ഫോം പാസീവ് ഇൻകം, റിയൽ പാസീവ് ഇൻകം കിട്ടുന്ന 2 പ്ലാറ്റ്ഫോം. റിയൽ പാസീവ് ഇൻകം എന്ന് പറയുന്നത് നമ്മുടെ ഡൗൺലൈനിൽ വരുന്ന ആൾക്കാര് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുമ്പോ, സേവ് ആപ്പ് വിറ്റുകൊണ്ടല്ല, അവരുടെ ആവശ്യങ്ങൾ ആപ്പിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന വരുമാനം. ഇത് തന്നെ നോക്കിയാൽ കാണാം എത്രയോ ലക്ഷക്കണക്കിന് രൂപ നമുക്ക് കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അവിടെ ഉള്ളത്. അപ്പൊ നമ്മൾ എന്തുകൊണ്ട് മറ്റുള്ള ബിസിനസ്സിൽ നിന്ന് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, മറ്റുള്ള കമ്പനികളിൽ നിന്ന് സേവ് ആപ്പ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു? ഇപ്പൊ നമ്മളിപ്പോ പല കമ്പനികളുണ്ട്, നമ്മൾ RCM ഉണ്ട്, ഇൻഡസ്ട്രി ഉണ്ട്, അതുപോലെ മോഡി കെയർ ഉണ്ട്, അതുപോലെ തന്നെ ദിവാ സീക്രട്ട്, ഇങ്ങനെ പല കമ്പനികളുണ്ട്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന 100 കണക്കിന് കമ്പനികളുണ്ട്. അന്നേരം ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യുക ആ കമ്പനികൾ. ഒരു പർട്ടിക്കുലർ കമ്പനി അല്ല പറയുന്നത്, എല്ലാ പൊതുവായിട്ടുള്ള ഒരു നെറ്റ്വർക്ക് സിസ്റ്റം പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ആ വരുമാനം അല്ലേ? നമ്മളോ നമ്മുടെ ഡൗൺലൈനിലോ അവരുടെ പ്രോഡക്റ്റുകൾ മാത്രം വിൽക്കുമ്പോൾ കിട്ടുന്നതാണ് ആ വരുമാനം നമുക്ക് കിട്ടുന്നത്. നമ്മുടെ ഡൗൺലൈനിൽ അത് എപ്പോ വിൽക്കാതെ ആവുന്നോ നമുക്ക് വരുമാനം അവിടെ സ്റ്റോപ്പ് ആവും. നമ്മൾ എന്തുകൊണ്ടാണ് ലീഡേഴ്സ് പുതിയ പുതിയ കമ്പനിയിലേക്ക് ഇവിടെ കഴിഞ്ഞ് അടുത്ത കമ്പനിയിലേക്ക് മാറി പോകുന്നത്? അവിടെ റിയൽ പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. അവിടെ എല്ലാ കാലത്തും ആക്റ്റീവ് ഇൻകം മാത്രമേ ഉള്ളൂ. അവിടെ ആക്ടിവേഷൻ നടന്നുകൊണ്ടിരിക്കണം, ആക്ടിവിറ്റി നടന്നുകൊണ്ടിരിക്കണം. അപ്പൊ കിട്ടുന്ന ഇൻകമാണ് ഈ ആക്റ്റീവ് ഇൻകം. അവിടെ പ്രൊഡക്റ്റുകൾ വിൽക്കണം, റീപർച്ചേസ് ചെയ്യണം, ടാർഗറ്റ് അച്ചീവ് ചെയ്യണം, റാങ്കുകൾ അച്ചീവ് ചെയ്യണം. അപ്പൊ കിട്ടുന്നതാണ് ഇൻകം. അതൊരു ആക്റ്റീവ് ഇൻകം ആണ്. അപ്പൊ ആക്റ്റീവ് ബിസിനസ് നടക്കുമ്പോൾ മാത്രമേ അവിടെ ഇൻകം കിട്ടുന്നുള്ളൂ, ഒരു പാസീവ് ഇൻകത്തിലേക്ക് കിട്ടുന്നില്ല. നാളെ ഡൗൺലൈനിൽ ഒരു ബിസിനസ് നടന്നില്ലെങ്കിൽ ബിസിനസ്സിൽ നമുക്ക് വരുമാനമില്ല. ഇതാണ് ആ മറ്റുള്ള കമ്പനികൾ. ഏത് കമ്പനിയുണ്ട്, ഇപ്പൊ ആർസിഎമ്മിന്റെ പ്രൊഡക്റ്റ് ആണെങ്കിൽ ആർസിഎമ്മിന്റെ പ്രൊഡക്റ്റുകൾ ആ ടീമില് വിൽക്കപ്പെടണം, അപ്പൊ മാത്രമേ വരുമാനമുള്ളൂ. വിൽക്കാൻ വേണ്ടി നമ്മൾ റീപർച്ചേസ് ചെയ്യണം, നമുക്ക് സ്ട്രെയിൻ കൂടി വീണ്ടും വീണ്ടും പ്രൊഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യണം, നമുക്ക് വീണ്ടും സ്ട്രെയിൻ കൂടി. RCM ചെയ്യുന്ന ആൾക്കാർക്ക് RCMന്റെ പ്രൊഡക്റ്റുകൾ മാത്രമേ കഴിക്കാൻ യോഗം ഉണ്ടാവുന്നുള്ളൂ. അപ്പൊ നമ്മള് അതൊരു ആക്റ്റീവ് ഇൻകം മാത്രമാണുള്ളത്, പാസീവ് ഇൻകത്തിൽ ഒരിക്കലും കടക്കുന്നില്ല. ഈ കമ്പനികളുടെ പേര് പറയുന്ന ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ കേട്ടോ. അതിന്റെ ആ പ്രൊഡക്റ്റിന്റെ കുറ്റോ അതല്ലെങ്കിൽ പ്ലാന്റെ കുറ്റോ അല്ല പറയുന്നത്. നമ്മൾ കമ്പയർ ചെയ്യാണ് നമ്മുടെ സിസ്റ്റം എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അപ്പൊ അത്തരം കമ്പനികൾ വർക്ക് ചെയ്യുമ്പോ നമ്മുടെ ടീം ബിൽഡ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ എല്ലാ കാലത്തും നമ്മൾ ഈ ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കണം. മറ്റേ ഈ കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ 10-15 വർഷം വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ ഇപ്പോഴും പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണം. നമുക്ക് വരുമാനം കിട്ടുന്നു, എത്ര കിട്ടുന്നു അത്രയും നമ്മൾ പർച്ചേസ് ചെയ്യണം. ഇത് പർച്ചേസ് ചെയ്തുകൊണ്ട് ഇത് റീറ്റെയിൽ വിൽക്കാനുള്ള പങ്കപ്പാടിലാണ് നമ്മളെല്ലാം ഇത് കെട്ടിപ്പറക്കി കൊണ്ട് ഓടുന്നത്. അതൊരു ആക്റ്റീവ് ബിസിനസ്. നമ്മളെ സംബന്ധിച്ച് അതിനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഈ 3 പ്ലാറ്റ്ഫോമാണ്. ഇവിടെ നമുക്ക് പാസീവ് ഇൻകം കിട്ടുന്ന 2 ഡിഫറെന്റ് പ്രോജക്റ്റുകൾ നമ്മൾ ഇതിൽ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നിത്യജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മുടെ കമ്മ്യൂണിറ്റിയില് സപ്പോസ് നമ്മുടെ കമ്മ്യൂണിറ്റി നമ്മൾ എക്സ്പാൻഡ് ചെയ്തു, നമ്മൾ ഈ പറയുന്ന 20 ലെവലിലേക്കൊക്കെ നമ്മുടെ നല്ല രീതിയിലുള്ള സ്ട്രെങ്ത് കയറി. ഇന്ന് അവിടെ അവിടെ ആക്ടിവേഷൻ നടന്നില്ലെങ്കിൽ പോലും ഈ 20 ലെവലിലുള്ള ആൾക്കാർ നമ്മുടെ പ്രൊഡക്റ്റുകൾ മറ്റേ സേവ് കാർഡിൽ നിന്ന് വാങ്ങിക്കും. 20 ലെവലിലുള്ള ആൾക്കാർ അവരുടെ ടെലിഫോൺ ബില്ല് അടയ്ക്കും, അവരുടെ DTH റീചാർജ് ചെയ്യും. അങ്ങനെ കിട്ടുന്ന വരുമാനങ്ങൾ ഉണ്ടാവും. ആക്റ്റീവ് ഇൻകം നടന്നാലും നടന്നില്ലെങ്കിലും പാസീവ് ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യും എന്നുള്ളതാണ് ഈ പ്ലാറ്റ്ഫോം ഇന്റഗ്രേറ്റ് ചെയ്തോടുകൂടി നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ്. ഇതാണ് മറ്റുള്ള കമ്പനികളിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഇനി ആക്ടിവേഷൻ നടക്കുമ്പോൾ നമുക്ക് വലിയ ഗ്രോത്ത് ഉണ്ട്. തീർച്ചയായിട്ടും നമ്മൾ അതിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. കമ്പനിയുടെ പ്രൊഡക്റ്റ് വിൽക്കാൻ തന്നെയാണ് ഈ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത്.
പക്ഷെ ഈ കമ്മ്യൂണിറ്റിയിൽ വിൽക്കപ്പെടുമ്പോ അത് റിസ്ക് ഫാക്ടർ അല്ല. നമുക്ക് വീണ്ടും വീണ്ടും പർച്ചേസ് ചെയ്യണ്ട. മറ്റുള്ള കമ്പനികളിൽ നിങ്ങൾ വീണ്ടും വീണ്ടും പർച്ചേസ് ചെയ്യണം. നിങ്ങൾക്ക് വരുമാനം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് റാങ്കുകൾ അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യണം. നിങ്ങൾ വീണ്ടും വീണ്ടും റീപർച്ചേസ് ചെയ്യണം. നമ്മുടെ കമ്പനിയിൽ അങ്ങനെ ഒരു കൺസ്ട്രെയിൻസ് ഇല്ല. നമുക്ക് വീണ്ടും വീണ്ടും പർച്ചേസ് ചെയ്യണ്ട. വൺ ടൈം പർച്ചേസ് ആണ്. ഈ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 3 പ്ലാറ്റ്ഫോം ഒന്നും പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഇതാണ് മറ്റുള്ള കമ്പനികളും നമ്മളെ കമ്പനിയും തമ്മിലുള്ള വ്യത്യാസം. റിയൽ ബിസിനസ് ആയിട്ട്, റിയൽ പാസീവ് ഇൻകം, റിയൽ നെറ്റ്വർക്കിംഗ് ആയിട്ട് മാറുകയാണ് നമ്മുടെ ബിസിനസ്. സേവ് ആപ്പ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് വരുമ്പോ, അപ്പൊ ഇങ്ങനെ നമുക്ക് പല അഡ്വാൻറ്റേജുകളും നമ്മുടെ ബിസിനസ്സിലുണ്ട്. ഈസി ആയിട്ട് മാർക്കറ്റ് ചെയ്യാം, ഈസി ആയിട്ട് എൻട്രി ചെയ്യാം. ജസ്റ്റ് ലിങ്ക് നമ്മൾ ഷെയർ ചെയ്തുകൊണ്ട് ആ ലിങ്കിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഈ 2 ആപ്പുകളും അവർക്ക് പർച്ചേസ് ചെയ്യാം. ഈ 2 ആപ്പുകളും അവർക്ക് സെയിം മൊമെന്റിൽ തന്നെ അതിൽ നിന്ന് ആക്ടിവിറ്റീസ് ചെയ്യാം, അത് ഷെയർ ചെയ്യാം. അത് ഷെയർ ചെയ്തുകൊണ്ട് ഇവർക്ക് പല കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാം. വളരെ ഈസി ആയിട്ടുള്ള മാർക്കറ്റിംഗ് ഇതാണ്. നമുക്ക് എവിടെ വേണമെങ്കിൽ ഷെയർ ചെയ്യാം, എവിടെ വേണമെങ്കിൽ പ്രൊഡക്റ്റ് കൊടുക്കാം. ഓൾ ഇന്ത്യ ബേസിൽ നമുക്ക് എവിടെ വേണമെങ്കിൽ കൊടുക്കാം. സേവ് കാർഡ് എന്നുള്ള പ്രൊഡക്റ്റുകൾ, സേവ് ആപ്പ് ഓൾ വേൾഡിൽ നമുക്ക് കൊടുക്കാം. ഇതിൽ മറ്റേ ദുബായിൽ നിന്നുള്ള ആൾക്കാരുണ്ട്, ഖത്തറിൽ നിന്നുള്ള ആൾക്കാരുണ്ട്, മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ആൾക്കാർ, പല കൺട്രീസിൽ നിന്നുള്ള ആൾക്കാർ ഇതിലുണ്ട്. നമുക്ക് എവിടെ വേണമെങ്കിൽ ഇത് മാർക്കറ്റ് ചെയ്യാം, ഈസി ആയിട്ട് മാർക്കറ്റ് ചെയ്യാം. എവിടെ മാർക്കറ്റ് ചെയ്താലും നമ്മുടെ ഡൗൺലൈനിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവർ എന്ത് ആക്ടിവിറ്റി ചെയ്താലും നമുക്ക് വരുമാനം കിട്ടും. ഈ 3 ഇതിൽ വരുന്ന എന്ത് ആക്ടിവിറ്റി ചെയ്താലും. അപ്പൊ ഈസി ആയിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് കൺസെപ്റ്റ് ആണ്. മറ്റുള്ള ബിസിനസ് മോഡലിൽ നിന്ന്, മറ്റേ MLM കമ്പനികളിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന പല അഡ്വാൻറ്റേജുകളും നമുക്കുണ്ട്. ഒരു ഇൻവെസ്റ്റ്മെന്റോ ഒരു ഫിനാൻഷ്യൽ ബർഡനോ നമ്മുടെ യൂസർക്ക് വരുന്നില്ല. പല കമ്പനികളിലും അവർക്ക് പ്രോഡക്റ്റ് ലക്ഷക്കണക്കിന് രൂപയുടെ പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് അവര് വിൽക്കാൻ പറ്റാതെ വീട്ടിലിരിക്കുകയാണ് ചെയ്യണത്. അത് ലീഡേഴ്സിന്റെ മോട്ടിവേഷൻ കൊണ്ടോ അതല്ലെങ്കിൽ മറ്റുള്ള നമുക്ക് കൂടുതൽ ഏൺ ചെയ്യാനുള്ള ത്വര കൊണ്ടോ നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുക, അപ്ഗ്രേഡ് ചെയ്യണം. അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമും MLM അല്ല എന്നുള്ളത് മനസ്സിലാക്കണം. MLM എന്നുള്ളത് നമ്മൾ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ അപ്ഗ്രേഡ് ചെയ്യുക, വീണ്ടും അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു പ്രോഗ്രാമും MLM അല്ല. അത് നമ്മൾ മുന്നേ മനസ്സിലാക്കാം. അത്തരം പ്രോഗ്രാമുകളൊക്കെ ഒരു ലിമിറ്റ് കഴിഞ്ഞിട്ടെങ്കിൽ അത് സ്റ്റാഗ്നന്റ് ആവും. ഇവിടെ നമുക്ക് ഒരു അപ്ഗ്രേഡേഷനും ഇല്ല. നിങ്ങൾക്ക് 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നില്ലെങ്കിൽ ഒരു ഫാമിലി യൂസർ ആവാം, അല്ലെങ്കിൽ ഒരു യൂസർ ആവാം, സിംഗിൾ യൂസർ. വൺ ടൈം പർച്ചേസ്, നോ അപ്ഗ്രേഡേഷൻ. നിങ്ങൾക്ക് 1 രൂപ പോലും, പിന്നെ ഒരു ഫാമിലി യൂസർ ആയ വ്യക്തിക്ക് എത്ര കോടി രൂപ ഏൺ ചെയ്താലും 1 രൂപ പോലും കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണ്ട. ഇതാണ് റിയൽ MLM ബിസിനസ് എന്ന് പറയുന്നത്. ഒരു വൺ ടൈം പർച്ചേസ്. ഈവൻ പർച്ചേസ് ചെയ്യാതെ നമുക്ക് വരാം, അത് വേറെ കാര്യം. അത് നമുക്ക് ഫ്രീ എൻട്രി ആണ്. നമ്മളൊരു സിസ്റ്റത്തിലേക്ക് നമ്മൾ എല്ലാവരെയും ഇൻക്ലൂസീവ് ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഫ്രീ ആയിട്ട് ഇതിലേക്ക് വരാം, പ്രോഡക്റ്റുകൾ എൻജോയ് ചെയ്യാം, ചെറിയ ചെറിയ വരുമാനങ്ങൾ അവർക്ക് എൻജോയ് ചെയ്യാം. വരുമാനം കിട്ടുമ്പോൾ കൂടണം എന്നുണ്ടെങ്കിൽ അത് ആക്ടിവേഷൻ ചെയ്യാം. വൺ ടൈം ആക്ടിവേഷൻ, നോ ബർഡൻ, ഓൺലി 4,000 rupees. ഒരു ഫാമിലി ബിസിനസ് ഏൺ ചെയ്യാൻ, കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമുക്ക് വരുന്നത് ആകെ 3 ആപ്പ് പർച്ചേസ് ചെയ്യാം. ഇതിനുശേഷം 1 രൂപ പോലും കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണ്ട. നിങ്ങൾക്കൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കിട്ടി. ഇനി നിങ്ങൾ നിങ്ങളുടെ ടീം ബിൽഡ് ചെയ്യുക, നിങ്ങളുടെ അസറ്റ് ക്രിയേറ്റ് ചെയ്യുക. ടീം എന്ന് പറയുന്നത് അസറ്റ് ആണ്, കമ്മ്യൂണിറ്റി എന്ന് പറയുന്നതാണ് അസറ്റ് ക്രിയേറ്റ് ചെയ്യുക. ആ അസറ്റ് നമുക്ക് പാസീവ് ഇൻകം ഉണ്ടാക്കി തരിക. റിയൽ പാസീവ് ഇൻകം എൻജോയ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് സേവ് ആപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇത് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് വലിയ രീതിയിലുള്ള വരുമാന സാധ്യതകൾ ഉണ്ടാകും. നേരത്തെ പറഞ്ഞ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നമ്മൾ എത്തും. നമ്മളിൽ നിന്ന് ഫിനാൻഷ്യൽ സ്ട്രെസ് നമുക്ക് കുറയും. നമ്മളൊരു കംഫർട്ട് സോണിൽ എത്തും. നമ്മളൊരു ഹാപ്പി ലൈഫ് ജീവിക്കാൻ നമുക്ക് ആവശ്യമുള്ള നമ്മുടെ ഡ്രീമുകൾ നമുക്ക് നമ്മുടെ ലൈഫിൽ എൻജോയ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബിസിനസ് കൺസെപ്റ്റ് ആയിട്ട് മാറും. നമ്മൾ നേരത്തെ കാണിച്ച പിക്ചറിന്റെ ഒരു രൂപമാണിത്. ഇവിടെ നമ്മളിപ്പോ എന്തായി, നമുക്ക് ആ സെയിം സൊല്യൂഷൻ എന്താണ്,
നേരത്തെ പറഞ്ഞ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ നമ്മൾ എങ്ങനെയാണ് അഡ്രസ് ചെയ്യുന്നത്? നമ്മൾ ഈ ആപ്ലിക്കേഷൻ കൊടുത്തുകൊണ്ട് നമുക്കൊരു സേവിങ് മെന്റാലിറ്റി ഉണ്ടാക്കുന്നു, ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടാക്കുന്നു. ആ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടാകുമ്പോൾ ഇവിടെ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ട്, സേവിങ് മെന്റാലിറ്റി ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ പല എക്സ്പെൻസ്, നമ്മൾ ഒരു ഇൻകം ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ആ പിക്ചറിലേക്ക് ജസ്റ്റ് ഒന്നുകൂടി പോവാം. ഇവിടെ നമുക്ക് ഒരു ഇൻകം ഉണ്ട്. ആ ഒരു ഇൻകത്തിൽ നിന്ന് പല എക്സ്പെൻസുകളും പോകുന്നുണ്ട്. നമുക്ക് ഒരു കൺട്രോൾ സിസ്റ്റം ഇല്ല. ഇതൊരു ഡിസിപ്ലിൻ ഇല്ല, ഇൻകം ഇല്ലായ്മ ഇൻകം പോരാ നമുക്ക്. അതിന്റെ ഒപ്പം തന്നെ നമുക്ക് ഇവിടെ ഒരു ഡിസിപ്ലിൻ ഇല്ല. നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ ചോദ്യചിഹ്നമായി നിൽക്കേണ്ട ഒരു അവസ്ഥയിൽ നിന്ന് ഈ സേവ് ആപ്പിന്റെ ഈ പ്രോഗ്രാം യൂസ് ചെയ്യുമ്പോൾ, നമ്മൾ ഈ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് ഒരു സൊല്യൂഷനാണ്. നമുക്കൊരു ഇൻകത്തിന് പുറമെ മൾട്ടിപ്പിൾ ഇൻകം സോഴ്സുകൾ നമ്മൾ ഇവിടെ എനേബിൾ ചെയ്തിട്ടുണ്ട്. ഇൻകം സോഴ്സുകൾ എന്തൊക്കെയാണ്? നമുക്ക് റീചാർജിന് കിട്ടുന്ന റവന്യൂ ഉണ്ട്, നമുക്ക് മാർക്കറ്റിംഗിൽ നിന്ന് കിട്ടുന്ന കമ്മീഷൻ ഉണ്ട്, സേവ് കാട്ടുന്ന കമ്മീഷൻ ഉണ്ട്. 3 സ്ട്രീമായി അല്ലേ? അതിന്റെ ഒപ്പം തന്നെ നമുക്ക് CCM ആവുന്ന ആൾക്കാർക്ക്, പല ആൾക്കാർക്കും ഇതില് വെണ്ടർ ആവാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പൊ വെണ്ടർ കമ്മീഷൻ, വെണ്ടറിന്റെ ട്രേഡ് പ്രോഫിറ്റ് അവർക്ക് കിട്ടും. നിങ്ങൾ നമ്മുടെ സേവ് കാർഡിലേക്ക് ഒരു CCM ആയ വ്യക്തിക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റുകളോ സർവീസുകളോ സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു വെണ്ടർ ആവുന്ന വ്യക്തിക്ക് ആ ഒരു ട്രേഡ് പ്രോഫിറ്റും കിട്ടും. അവർ എന്ത് പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യുന്നു അതിന്റെ ട്രേഡ് പ്രോഫിറ്റ് ഉണ്ടാവില്ലോ, ആ പ്രോഫിറ്റും കിട്ടും. അപ്പൊ ഇങ്ങനെ നമുക്ക് ഇതില് ഒരു നെറ്റ്വർക്ക് ബിസിനസ്സിൽ നിന്നുകൊണ്ട് തന്നെ നമ്മളൊരു ട്രേഡിംഗ് ബിസിനസ്സിലേക്കും എലിവേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കമ്പനി തരുന്നുണ്ട്. ഇങ്ങനെ 4 സ്ട്രീമുകള് നമ്മൾ എനേബിൾ ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ സേവ് ആപ്പിന്റെ ബിസിനസ് കൺസെപ്റ്റ് അഡോപ്റ്റ് ചെയ്യുമ്പോൾ, നമ്മൾ ഇതിൽ ഇൻവോൾവ് ചെയ്യുമ്പോൾ. അതാ പറഞ്ഞ ഇതൊരു മിയർ നെറ്റ്വർക്ക് അല്ല, ഇതൊരു ഇന്റഗ്രേറ്റഡ് നെറ്റ്വർക്കാണ്, ഇന്റഗ്രേറ്റഡ് പ്ലാറ്റ്ഫോം ആണ്. ഇവിടെ ഈ 4 സ്ട്രീമുകളും നമ്മൾ എനേബിൾ ചെയ്യാം നമ്മുടെ സിസ്റ്റത്തിലേക്ക്. ഈ 4 സ്ട്രീമുകൾ എനേബിൾ ചെയ്യും. നമ്മൾ എങ്ങനെയാണ് ഒരു നദി ഉണ്ടാവുന്നത്? പല സ്ട്രീമുകൾ കൂട്ടി യോജിച്ചിട്ടല്ലേ വലിയ നദിയാവുന്നത്. അതുപോലെ തന്നെ പല സ്ട്രീമുകളും നമ്മൾ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരിക. പല ഇൻകം സോഴ്സുകള്, നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ റീചാർജ് ചെയ്ത് കിട്ടുമ്പോൾ ഇൻകം സോഴ്സ്, നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ ഇൻകം സോഴ്സ്. ഇപ്പൊ സേവ് കാർഡിന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഓരോരുത്തരെയും ഡൗൺലൈനിൽ നടക്കുന്ന ബിസിനസ് നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് എത്ര രൂപ വരുമാനം കിട്ടുന്നുണ്ടാകുന്നത്. നമുക്ക് ഈ 3 സോഴ്സ് നിങ്ങളുടെ ഡാഷ്ബോർഡിൽ ഉണ്ടല്ലോ. നിങ്ങളുടെ ഡാഷ്ബോർഡ് നോക്കിയാൽ കാണാം സേവ് ആപ്പിന് എത്ര കിട്ടിയിട്ടുണ്ട്, റീചാർജിന് എത്ര കിട്ടിയിട്ടുണ്ട്, സേവ് കാർഡിന് എത്ര കിട്ടിയിട്ടുണ്ട്. ഈ 3 സോഴ്സ് അവിടെ കാണാൻ പറ്റും. ഇനി വെണ്ടർ ആവുന്ന ആൾക്കാർക്ക് വെണ്ടറുടെ വരുമാനം അവിടെ കാണാൻ പറ്റും. അപ്പൊ ഇങ്ങനെ 3 സോഴ്സ്, 3 സ്ട്രീം, 3 അരുവികൾ നമ്മൾ തുറന്നിട്ടിരിക്കുകയാണ് നമ്മുടെ വരുമാനം കൂട്ടാൻ. നേരത്തെ നമുക്ക് ഒരു വരുമാനമുള്ള നമ്മൾ ഞെരുങ്ങി ജീവിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഇപ്പൊ 3 സോഴ്സ്, 3-4 സോഴ്സുകൾ നമുക്ക് വരുമാനം സേവ് ആപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾ 10 ബിസിനസ് അന്വേഷിക്കണ്ട, ഒരു ബിസിനസ്സിന് കോൺസെൻട്രേറ്റ് ചെയ്യോ, 10 ബിസിനസിന്റെ ഉപകാരം നമുക്ക് ഉണ്ടാവും. ഇതിന് പുറമെ നമ്മൾ ഇവിടെ ഈ ഒരു കൺട്രോൾ സിസ്റ്റം കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒരു മണി ഡിസിപ്ലിൻ, ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ, ഒരു സാമ്പത്തിക അച്ചടക്കം പാലിക്കണം, വരുമാനത്തിനനുസരിച്ച് ജീവിക്കണം, അനാവശ്യ ചെലവുകൾ കുറയ്ക്കണം, ഒരു ബഡ്ജറ്റിംഗ് വേണം, ചെലവനുസരിച്ച് വരുമാനത്തിനനുസരിച്ച് ജീവിക്കാൻ നമ്മളും നമ്മുടെ വീട്ടിലുള്ള മറ്റുള്ളവരും ശീലിക്കണം. ഇതൊരു ബഡ്ജറ്റിംഗ് ആണ്, ഒരു ഫിനാൻഷ്യൽ കൺട്രോൾ ആണ്. ഇത് നമ്മുടെ സേവ് ആപ്പ് തരിക. നമ്മുടെ ഒരു കൾച്ചറൽ ഡിഫറൻസ് ആയിട്ട് വരികയാണ്. നമ്മുടെ കൾച്ചർ മാറുകയാണ്, നമ്മുടെ ഫിനാൻഷ്യൽ സെറ്റപ്പ് മാറുക, നമ്മുടെ കോൺഫിഡൻസ് മാറുക, നമ്മുടെ പേഴ്സണാലിറ്റി മാറാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് സേവ് ആപ്പിനെ കാണാം. ഇത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വരുമാനം കിട്ടുന്നു, നമുക്ക് ചെലവുകൾ കൺട്രോൾ ആവുന്നു. അപ്പൊ ഓട്ടോമാറ്റിക് ഉണ്ടാവുന്ന ബാലൻസ് ആണ്, റിസർവ് ആണ്, സേവിങ് ആണ്. ആ സേവിങ് ആണ് നമ്മുടെ അസറ്റ്. നമുക്ക് വേണ്ട അസറ്റുകള്, നമുക്ക് വേണ്ട വീട്, സ്ഥലങ്ങള്, പ്രോപ്പർട്ടികള്, കാറുകള്, അതല്ലെങ്കിൽ മറ്റുള്ള എന്ത് അസറ്റുകളും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പതുക്കെ.
ഈ ഒരു കൾച്ചർ, ഒരു ഇന്റഗ്രേറ്റഡ് കൺസെപ്റ്റ്, ബിസിനസ് കൺസെപ്റ്റ് ആണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മള് ഒരു പ്രോബ്ലത്തിനെ നമ്മൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു സോഷ്യൽ ഈവിളിനെ നമ്മൾ എങ്ങനെ അഡ്രസ് ചെയ്യുന്നു, ഒരു പ്രോബ്ലത്തിനെ അഡ്രസ് ചെയ്യുന്നു, ഒരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുന്നു, ആ പ്രോബ്ലത്തിലേക്ക് വേണ്ട സൊല്യൂഷൻ നമ്മൾ ഒരു കോസ്റ്റ് എഫക്റ്റീവ്നെസ് ഇല്ലാതെ വളരെ സിമ്പിൾ ആയിട്ട് ചെറിയ ചെറിയ എഫർട്ട് എടുത്തുകൊണ്ട് നമുക്ക് ആ പ്രോബ്ലത്തിനെ അഡ്രസ് ചെയ്യാം. വളരെ സിമ്പിൾ ആണ്. വൺസ് അഗൈൻ ആപ്പ് യൂസ് ചെയ്യുക, നമ്മൾ അതിന്റെ ഉപഭോക്താവുക, കസ്റ്റമർ ആവുക, അതിന്റെ യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു നല്ലൊരു കൺസെപ്റ്റ് മറ്റുള്ളവർക്ക് എത്തിക്കുക. സമൂഹത്തിന് നല്ലത് ചെയ്തുകൊണ്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ബിസിനസ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും, ഇത് വെറും വാചകത്തിൽ മാത്രമല്ല, നമ്മൾ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും മോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വർക്കിംഗ് ആണ്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്യാനും നെക്സ്റ്റ് ഡേ തന്നെ ഏൺ ചെയ്യാനും. ₹1 പോലും കമ്പനിയിൽ പിടിച്ചു വെക്കുന്നില്ല. നിങ്ങൾക്ക് എപ്പോ എലിജിബിൾ ആണോ അപ്പൊ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന സിസ്റ്റമാണ്. അപ്പൊ അത് മാക്സിമം ആൾക്കാർ അത് യൂസ് ചെയ്യാം. ഒരു നല്ലൊരു ബിസിനസ് കൺസെപ്റ്റ് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഇന്ന് തന്നെ നിങ്ങൾ 10 പേർക്കോ 4 പേർക്കോ 5 പേർക്കോ എത്ര പേർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുമോ അത്രയും പേർക്ക് കൊടുക്കുക. ഇതിൽ പങ്കെടുത്തിരിക്കുന്ന എത്ര പേരുണ്ട്? ഏതാണ്ട് 65 പേര് ഇപ്പൊ ഇതിലുണ്ട്. ഈ 65 പേരും നമുക്ക് ഇന്ന് തന്നെ അത് പുതിയ ബിസിനസ് കൊണ്ടുവരാനുള്ള, നല്ലൊരു കാര്യം മറ്റുള്ള ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു സോഷ്യൽ മൈൻഡോട് കൂടിയിട്ട് തന്നെ നമുക്ക് വർക്ക് ചെയ്യാം. നമ്മൾ അഡ്രസ് ചെയ്യുന്നത് ഒരു സോഷ്യൽ ഈവലിനെ ഇറാഡിക്കേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമായിട്ട് നമുക്ക് ഇതിനെ എംഫസൈസ് ചെയ്യാം. അപ്പൊ ഈ പ്രോഗ്രാം നമുക്ക് മറ്റുള്ളവർക്ക് എത്തിച്ചുകൊണ്ട് നമുക്ക് നേരത്തെ പറഞ്ഞ ഫിനാൻഷ്യൽ ഫ്രീഡം നേടിയെടുക്കുക. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ഇത് കൺസീവ് ചെയ്യുക, പ്രൊഡക്റ്റ് കൺസീവ് ചെയ്യുക, അത് യൂട്ടിലൈസ് ചെയ്യുക, അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക, ആ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ നമ്മുടെ മൊബൈല് നമ്മളെ ഒരു മണി മേക്കിംഗ് മെഷീൻ ആക്കി മാറ്റുക. ഇപ്പൊ നമുക്ക് ടൈം പാസ് മെഷീനാണ്. യൂട്യൂബും വാട്സപ്പും ഇൻസ്റ്റഗ്രാമും ഒക്കെ നമ്മള് ഒരു ടൈം പാസ് ചെയ്യാൻ ചെലവാക്കുന്ന ആ സമയം അതിനൊരു മണി മേക്കിംഗ് മെഷീൻ ആക്കി മാറ്റുക. നമ്മുടെ കോണ്ടാക്റ്റിലും നമ്മുടെ ഫേസ്ബുക്കിലും നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും എല്ലാം നമ്മുടെ ലിങ്കുകൾ ഷെയർ ചെയ്തുകൊണ്ട് ഈ പ്രോഗ്രാമിനെ ജനകീയമാക്കി മാറ്റുക. നമ്മുടെ പാസീവ് ഇൻകത്തിലേക്ക് എത്തിപ്പെടും. 100% തീർച്ചയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അതിന് പറ്റും എന്നുള്ളത് 100% ഉറപ്പാണ്.